കണ്ണീരും ഭീതിയും വിതച്ച് വയനാട് മേപ്പാടിയിലെ കല്ലാടിയിലുണ്ടായ ആ വൻ ഉരുൾപൊട്ടൽ വെറുമൊരു പ്രകൃതി ദുരന്തമല്ല, മറിച്ചു മനുഷ്യന്റെ അനാസ്ഥയും വീഴ്ചകളും വരുത്തിവെച്ച വലിയ ദുരന്തമാണ് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ താൽക്കാലിക ലയങ്ങളും വാഹനങ്ങളും പൂർണ്ണമായി മണ്ണടിഞ്ഞുപോയി. നിരവധി ജീവനുകളാണ് ഇതിലൂടെ ഇല്ലാതായത്. എന്നാൽ ഈ ദുരന്തം പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുരങ്കം നിർമ്മിക്കുന്നതിനായി വൻതോതിൽ പാറയും മണ്ണും തുരന്നെടുത്തപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് പകരം തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിന് മുകളിൽ തന്നെ വലിയ മല പോലെ കൂട്ടിയിരിക്കുകയായിരുന്നു. കനത്ത മൺസൂൺ മഴ പെയ്തപ്പോൾ ഈ വൻ മൺകൂനയിലേക്ക് വെള്ളം ഇറങ്ങുകയും അത് താങ്ങാനാവാതെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയുമാണ് ഉണ്ടായത്. പ്രകൃതി ലോലമായ ഈ മലയോര മേഖലയിൽ ഇത്തരത്തിൽ മണ്ണും പാറയും കൂട്ടിയിടുന്നത് വൻ അപകടത്തിന് കാരണമാകുമെന്ന് നേരത്തെ തന്നെ വലിയ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. കൂടാതെ കനത്ത മഴയെ തുടർന്ന് ഈ മേഖലയിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചതാണ്. അപകട സാധ്യത മുൻകൂട്ടി കണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനും തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ പോലീസും അധികാരികളും ഔദ്യോഗികമായി നൽകിയ ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കമ്പനി അധികൃതർ തൊഴിലാളികളെ അവിടെ തന്നെ താമസിപ്പിക്കുകയായിരുന്നു. കമ്പനിയുടെ ലാഭക്കൊതിയും അതിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ ഈ അനാസ്ഥയുമാണ് ഇത്രയും വലിയൊരു മനുഷ്യ ദുരന്തത്തിന് വഴിവെച്ചത്. എന്നാൽ ഇതിനെല്ലാം പുറമെ ഈ പദ്ധതിക്ക് അനുമതി വാങ്ങിയെടുക്കാൻ സംസ്ഥാന അധികാരികൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന വലിയ രാഷ്ട്രീയ വിവാദവും ഇപ്പോൾ ഉയരുകയാണ്. എപ്പോഴും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പരിസ്ഥിതിപരമായി അതീവ ദുർബലമായ ഈ മേഖല തികച്ചും സുരക്ഷിതമാണ് എന്ന് കാണിച്ച് കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ മെഗാ പ്രൊജക്ടിന് അനുമതി വാങ്ങിയെടുത്തത്. അതും അന്നത്തെ പിണറായി സർക്കാർ. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധനകൾ നടത്താതെ ഫയലുകളിൽ മാത്രം ഒതുക്കിയ തീരുമാനങ്ങളും സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ സ്വകാര്യ കമ്പനിയുടെ അനാസ്ഥയും ചേർന്നാണ് ഒരു നാടിനെ ആകെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെയും ഔദ്യോഗിക നിർദ്ദേശങ്ങളെയും അവഗണിച്ചവർക്കെതിരെയും ഈ പദ്ധതിക്ക് വഴിവിട്ട് അനുമതി നൽകിയവർക്കെതിരെയും കർശനമായ അന്വേഷണവും നിയമ നടപടികളും വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.